ഹലോ എവ്രി വൺ, വെൽക്കം ടു സ്കോളേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സൈക്കാട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. എയിംസ്, നോർസെറ്റ്, ജിപ്മർ, RRB, കേരള PSC പോലെയുള്ള എക്സാമുകൾക്ക് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന കണ്ടന്റ്സ് ആണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വെൻ ദ തോട്ട്സ് ആർ കമ്മിങ് ടു ക്വിക്ലി ആൻഡ് ദ സ്പീച്ച് ഈസ് ഇൻക്രീസ്ഡ് കോൾഡ്. അസോസിയേറ്റീവ് ലൂസ്നെസ്, ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ്, നിയോളോജിസം, പെർസെവറേഷൻ. ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് നമ്മളെ മൈൻഡിലോട്ട് തോട്ട്സ് ക്വിക്ലി അല്ലെ റാപ്പിഡ് ആയിട്ട് നമ്മുടെ മനസ്സിലോട്ട് ചിന്തകൾ കടന്നു വരുന്നു. അതുപോലെ തന്നെ നമ്മളെ സ്പീച്ച് അല്ലെ നമ്മളെ സംസാരം കൂടുകയാണെങ്കിൽ നമ്മൾ ആ കണ്ടീഷൻ എന്താണ് പറയാന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ്. ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ആയിട്ട് ഇൻവോളണ്ടറി ആയിട്ട് നമ്മളെ മൈൻഡിലോട്ട് തോട്ട്സ് വന്നുകൊണ്ടിരിക്കുന്നതിനെയാണ് ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് എന്ന് പറയുന്നത്. നമ്മളെ മനസ്സിലോട്ട് ചിന്തകളാവാം, ഐഡിയകളാവാം, ഇൻവോളണ്ടറി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനാവുന്നതിലും അപ്പുറമായിട്ട് റാപ്പിഡ് ആയിട്ടുള്ള ചിന്തകൾ വരുന്നു. അതാണ് ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് എന്ന് പറയുന്നത്. നിയോളോജിസം എന്ന് പറഞ്ഞാൽ ഈ വേർഡിന്റെ മീനിങ് നിയോ എന്ന് പറഞ്ഞാൽ ന്യൂ എന്നാണ്, ലോജിസം അല്ലെങ്കിൽ ലോജി എന്ന് പറയുന്നത് വേർഡ് എന്നുള്ള മീനിങ് ആണ്. അപ്പൊ നിയോളോജിസം എന്ന് പറഞ്ഞാൽ ന്യൂ വേർഡ്സ് എന്നുള്ള മീനിങ് ആണ്. ന്യൂ വേർഡ്സ് പേഷ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ വേർഡ്സ് എന്ന് പറയുന്നത് മീനിങ്ലെസ് ആവാം, അത് ബട്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവണമെന്നില്ല അല്ലെ. അതായത് നിയോളജിസം എന്ന് പറഞ്ഞാൽ ന്യൂ വേർഡ്സ് ക്രിയേറ്റഡ് ബൈ പേഷ്യന്റ് ദാറ്റ് ആർ മീനിങ്ലെസ് ടു അതേഴ്സ് ബട്ട് ഹാവ് സിംബോളിക് മീനിങ് ടു പേഷ്യന്റ് അല്ലെ. ഇപ്പൊ നിയോളജിസത്തിൽ പേഷ്യന്റ് പുതിയതായിട്ടുള്ള വേർഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നു, പക്ഷെ ആ പേഷ്യന്റ് പറയുന്ന ആ വേർഡുകളൊക്കെ പേഷ്യന്റിന് മീനിങ് ആണ് അല്ലെ. പേഷ്യന്റിന് അതിനൊരു അർത്ഥമുള്ളതായിട്ട് തോന്നും, പക്ഷെ ബാക്കിയുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മള് ഒരു ചോക്ക് അല്ലെ, ചോക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ബോർഡിന്റെ മുകളിൽ എഴുതുന്നുണ്ട് അല്ലെ. ഇപ്പൊ ചോക്ക് എന്ന് പറയുന്ന വേർഡ് എന്താണ്? ആ ഒരു ബോർഡിന്റെ മുകളിൽ എഴുതുന്നതിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമായിട്ട് സൂചിപ്പിക്കുന്നു അല്ലെ. ഇപ്പൊ പേഷ്യന്റ് പക്ഷെ ഈ ചോക്കിന് വേറെ ഒരു പേരായിരിക്കും കൊടുക്കുന്നുണ്ടാവും അല്ലെ. ചിലപ്പം ചോക്കിന് അവര് മാക്ക് എന്ന് പറയുന്നുണ്ടാവും, പക്ഷെ ചോക്കിന് ശരിക്കും ബാക്കിയുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് യാതൊരു മീനിങ്ങും അതിൽ കണ്ടെത്താൻ കഴിയുന്നില്ല അല്ലെ. മാക്ക് എന്ന് പറയുന്ന വേർഡ് ചോക്ക് എന്ന് പറയുന്ന ഒരു വേർഡുമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു വസ്തുവിന്റെ യൂസിനെ കൊണ്ട് യോജിക്കുന്നില്ല അല്ലെ. പക്ഷെ പേഷ്യന്റിന് എന്തായിരിക്കും? പേഷ്യന്റ് മാക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ. മാക്ക് എന്ന് പേഷ്യന്റ് ഉദ്ദേശിക്കുന്നത് ചോക്കിനെയാണ്, പക്ഷെ പേഷ്യന്റിന് അതിനൊരു മീനിങ് ഉണ്ട്, പക്ഷെ നമുക്ക് ആ ഒരു ന്യൂ വേർഡ് പേഷ്യന്റ് ക്രിയേറ്റ് ചെയ്ത ആ ഒരു ന്യൂ വേർഡിന് യാതൊരു മീനിങ്ങും കണ്ടെത്താൻ കഴിയുന്നില്ല. നിയോളോജിസം അല്ലെ. അടുത്തതാണ് പെർസെവറേഷൻ അല്ലെ. പെർസെവറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർസിസ്റ്റന്റ് റെപ്പറ്റീഷൻ ഓഫ് സെയിം വേർഡ് ഐഡിയ ഇൻ റെസ്പോൺസ് ടു ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ്. നമ്മൾ പേഷ്യന്റിനോട് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പം സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ അവർ റിപ്പീറ്റഡ് ആയിട്ട് പറയാം. ഇപ്പൊ നിങ്ങൾ പേഷ്യന്റിനോട് ചോദിക്കുകയാണ് ഫുഡ് കഴിച്ചിരുന്നോ അല്ലെ. അപ്പൊ പേഷ്യന്റ് പറഞ്ഞു ആ കഴിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു ഇന്ന് രാവിലെ എന്താണ് കഴിച്ചത് അല്ലെ. അപ്പൊ പേഷ്യന്റ് പറയും ആ കഴിച്ചിട്ടുണ്ട് എന്ന് പറയും അല്ലെ. അപ്പൊ നിങ്ങൾ ചോദിക്കും പുട്ടും കടലയാണോ രാവിലെ കഴിച്ചത്? അപ്പോഴും പേഷ്യന്റ് പറയും ആ കഴിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പെർസിസ്റ്റന്റ് റെപ്പറ്റേഷൻ ഓഫ് ദ സെയിം വേർഡ് ഐഡിയ ഇൻ റെസ്പോൺസ് ടു ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് അല്ലെ. ഡിഫറെന്റ് ക്വസ്റ്റ്യൻസിന് സെയിം ആയിട്ടുള്ള റെസ്പോൺസ് തന്നെ പേഷ്യന്റ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു. അതാണ് പെർസെവറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഈസ് അസോസിയേറ്റീവ് ലൂസ്നെസ്. അസോസിയേറ്റീവ് ലൂസ്നെസ്സിനെ നമ്മൾ ലൂസനിങ് ഓഫ് അസോസിയേഷൻ എന്നും കൂടെ പറയും. എന്ന് പറയുമ്പോൾ പേഷ്യന്റ് പറയുന്ന കാര്യങ്ങൾ തമ്മിൽ യാതൊരു ലോജിക്കൽ കണക്ഷൻസും ഉണ്ടാവില്ല അല്ലെ. അവർ പറയുന്ന കാര്യങ്ങളായിരിക്കും, അവർ ഐഡിയകളായിരിക്കും, ഇത് തമ്മിൽ യാതൊരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു കണക്ഷൻസും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. തോട്ട്സ് ഡസന്റ് ഹാവ് ലോജിക്കൽ കണക്ഷൻസ് ഓർ ലാക്ക് ഓഫ് കണക്ഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് ഐഡിയാസ്. ഇതിനെയാണ് നമ്മൾ അസോസിയേറ്റീവ് ലൂസ്നെസ് എന്ന് പറയുന്നത്. അതായത് പേഷ്യന്റിനെ പറയുന്ന കാര്യങ്ങളിൽ യാതൊരു വിധത്തിലുള്ള കണക്ഷൻസും കാണുന്നില്ലെങ്കിൽ അതിനെയാണ് അസോസിയേറ്റീവ് ലൂസ്നെസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എക്സസീവ് ഫറ്റീഗ് ആഫ്റ്റർ മിനിമൽ മെന്റൽ എക്സേർഷൻ ഈസ് ഫറ്റീഗ്, സ്റ്റൂപ്പർ, മയസ്തീനിയ, ന്യൂറാസ്തീനിയ. അതായത് ഒരു മിനിമൽ എക്സേർഷന് ശേഷം പേഷ്യന്റ് എക്സസീവ് ആയിട്ടുള്ള ഫറ്റീഗ് തോന്നുന്നു, ക്ഷീണം വരുന്നു അല്ലെ. അപ്പം ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ന്യൂറസ്താനിയാണ്. എന്താണ് ഈ ന്യൂറസ്തീനിയ എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് ഓൾസോ കോൾഡ് നെർവസ് എക്സോഷൻ. ഇതൊരു ഗ്രീക്ക് വേർഡ് ആണ് ന്യൂറസ്തീനിയ എന്ന് പറയുന്നത്. അപ്പൊ ന്യൂറോ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് നെർവ് എന്നാണ്.
ആസ്തീനിയ എന്ന് പറഞ്ഞാൽ വീക്ക്നെസ് ആണ്, അതായത് നെർവസ് എക്സോഷൻ എന്നാണ് ഈ ഒരു വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആദ്യമായിട്ട് 1869 ജോർജ് മില്ലർ ബിയർഡ് എന്ന് പറയുന്ന ആളാണ് ഇത് ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂറസ്താനിയ എന്ന് പറഞ്ഞാൽ നെർവസ് എക്സോഷൻ ആണ്. പ്രൊലോങ്ഡ് സ്ട്രെസ് ആൻഡ് ഓവർ വർക്ക് ലീഡ് ടു എക്സ്ട്രീം ഫറ്റീഗ് കോസിങ് ഇറിറ്റബിലിറ്റി, പുവർ കോൺസെൻട്രേഷൻ ആൻഡ് ഫിസിക്കൽ വീക്ക്നെസ് അല്ലെ. അപ്പൊ പ്രൊലോങ്ഡ് ആയിട്ടുള്ള സ്ട്രെസ് അതുപോലെ തന്നെ ഓവർ വർക്കിംഗ് ഒക്കെ എന്തിലോട്ട് ലീഡ് ചെയ്യും? എക്സ്ട്രീം ആയിട്ടുള്ള ഫറ്റീഗ്, ക്ഷീണത്തിലോട്ട്, ഇറിറ്റബിലിറ്റിയിലോട്ട്, അതായത് നമ്മുടെ കോൺസെൻട്രേഷൻ കുറയുന്നു, നമ്മുടെ ഫിസിക്കൽ വീക്ക്നെസ് ഉണ്ടാവുന്നു എന്ന അവസ്ഥയിലേക്കൊക്കെ കൊണ്ടുപോകാം അല്ലെ. അപ്പൊ പ്രൊലോങ്ഡ് ആയിട്ടുള്ള സ്ട്രെസ് അല്ലെ, ടെൻഷൻ, സ്ട്രെസ്, ഓവർ വർക്കിംഗ് ഒക്കെ എന്തിലോട്ട് കൊണ്ട് ചെന്നെത്തിക്കാം? ഓവർ ആയിട്ടുള്ള ക്ഷീണം, നമ്മളെ കോൺസെൻട്രേഷൻ കുറയുന്നു അല്ലെ, ഫിസിക്കൽ വീക്ക്നെസ് ഉണ്ടാകുന്നു, നമുക്ക് ഇറിറ്റബിലിറ്റി ഉണ്ടാകുന്നു അല്ലെ. അതിനെയാണ് നമ്മൾ ന്യൂറസ്തീനിയ അല്ലെങ്കിൽ നെർവസ് എക്സോഷൻ എന്ന് പറയുന്നത്. Next question is severe recurrent intermittent anxiety attacks lasting 5 to 30 minutes. സിവിയർ ആയിട്ടുള്ള റിക്കറന്റ് ആയിട്ടുള്ള ഇന്റർമീഡിയന്റ് ആയിട്ടുള്ള ആൻസൈറ്റി അറ്റാക്സ് വരുന്നു, അത് 5 to 30 minutes വരെ നീണ്ടു നിൽക്കുന്നു അല്ലെ. ഏതാണ് കണ്ടീഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്? ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ ആണോ, ബൈപോളാർ ഡിസോർഡർ ആണോ, പാനിക് ആൻസൈറ്റി ഡിസോർഡർ ആണോ, ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ ആണോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഇത് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് പാനിക് ആൻസൈറ്റി ഡിസോർഡർ ആണ്, അതായത് ഓപ്ഷൻ സി ആണ്. അപ്പൊ പാനിക് ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഇതൊരു സിവിയർ ഫോം ആണ്. നമ്മൾ ഈ മൊത്തത്തിലുള്ള ആൻസൈറ്റി ഡിസോർഡർ എടുത്ത് നോക്കിയാൽ അതിലെ സിവിയർ ഫോം ആണ് പാനിക് ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു പാനിക് ആൻസൈറ്റി ഡിസോർഡർ സഡൻ ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള എപ്പിസോഡ്സ് ഓഫ് ഇന്റൻസ് ഫിയർ ആൻഡ് ഡിസ്കംഫർട്ട് ദാറ്റ് റീച്ച് എ പീക്ക് വിത്ത് ഫ്യൂ മിനിറ്റ്സ് അല്ലെ. ഇപ്പൊ സഡൻ ആയിട്ട് പെട്ടെന്ന് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് അവർക്ക് ഒരു ഇന്റൻസ് ഫിയർ അല്ലെ, വല്ലാത്തൊരു ഭയം വരികയാണ് അല്ലെ, റിപ്പീറ്റഡ് ആയിട്ട് പെട്ടെന്ന് തന്നെ അവർക്കൊരു വല്ലാത്ത ഭയം വരുന്നു, ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുന്നു അല്ലെ. അതൊരു വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് കൊണ്ട് തന്നെ അതൊരു പീക്ക് ലെവലിലോട്ട് എത്തുന്നു അല്ലെ. അപ്പൊ പേഷ്യന്റിന് മെയിൻ ആയിട്ട് കാണുന്നത് അവർക്ക് കുറച്ച് ഫിസിക്കൽ സിംറ്റംസ് കാണാറുണ്ട് ഈ പാനിക് ആൻസൈറ്റി ഡിസോർഡർ അല്ലെ, വല്ലാത്തൊരു ഭയമാണ് കാണുന്നത് അല്ലെ, ആൻസൈറ്റി ഡിസോർഡർ. അപ്പോൾ ഇതില് കുറച്ച് ഫിസിക്കൽ സിംറ്റംസ് പേഷ്യന്റ് എക്സിബിറ്റ് ചെയ്യാറുണ്ട്. അതിൽ മെയിൻ ആയിട്ട് വരുന്ന ഒന്നാണ് പെയിൻ, പേഷ്യന്റ് ചെസ്റ്റ് പെയിൻ അല്ലെ, പേഷ്യന്റ് ചെസ്റ്റ് പെയിൻ കാണാറുണ്ട്, ചെസ്റ്റ് പെയിൻ ഉണ്ട് എന്ന് പറയും. ഹാർട്ട് പാൽപിറ്റേഷൻ അല്ലെ, ഇപ്പൊ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ട് എന്നൊക്കെ പേഷ്യന്റ് പറയുന്നതായിട്ട് പറയും അല്ലെ. അതുപോലെ പറയും ശ്വാസം കിട്ടുന്നില്ല അല്ലെ, ബ്രെത്ത്ലെസ്നെസ് ഉണ്ട് എന്ന് പറയും. അതുപോലെ തന്നെ ട്രംബ്ലിംഗ് ഓർ ഷേക്കിംഗ് അല്ലെ, ചിലപ്പം പേഷ്യന്റ് കൈ കാലൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ടാവാം അല്ലെ, ഷേക്കിംഗ് ഉണ്ടാവാം, ട്രംബ്ലിംഗ് ഉണ്ടാവാം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ പേഷ്യന്റ് വിയർത്തിട്ടുണ്ടാവാം, സ്വെറ്റിംഗ് കാണാം അല്ലെ, നോസിയ കാണാം, പേഷ്യന്റ് വോമിറ്റിംഗ് സെൻസേഷൻ കാര്യങ്ങൾ വരുന്നു, ഇന്റൻസ് ടെറർ അല്ലെ, വല്ലാത്ത ഒരു ഭയമായിട്ട് കാണാം. അപ്പം ഇതിൽ നമുക്ക് കാണാം പേഷ്യന്റ് ചോക്കിങ് പോലെ അല്ലെ, ചോക്കിങ് പോലെ അല്ലെങ്കിൽ ഒരു സ്മോദറിങ് സെൻസേഷൻ ഒക്കെ ഉള്ള പോലെ പേഷ്യന്റ് എക്സിബിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ മെയിൻ ആയിട്ടും ഈ ഒരു ചോദിക്കാറുണ്ട് എക്സാമിന് ഏത് സൈക്കോ തെറാപ്പിയാണ് മെയിൻ ആയിട്ട് പാനിക് അറ്റാക്ക് ഉണ്ടാക്കുന്നത് അല്ലെ, ചോദിക്കാറുണ്ട്. വിച്ച് സൈക്കോ തെറാപ്പി ലീഡ്സ് ടു പാനിക് അറ്റാക്ക്. അപ്പൊ ഫ്ലഡിങ്ങിലാണ് സാധാരണയായിട്ട് പാനിക് അറ്റാക്ക് കാണാറുള്ളത് അല്ലെ. ഫ്ലഡിങ്ങിന്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് നമ്മൾ പറയാറുണ്ട്, പാനിക് അറ്റാക്ക് പേഷ്യന്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇതാണ് പാനിക് ആൻസൈറ്റി ഡിസോർഡറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. Next question is verbal utterance that are often obscene is known as A. Palilalia, B. Coprolalia, C. Echolalia, D. Dyslalia. Verbal utterance that are often obscene അല്ലെ. obscene എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഭ്യമല്ലാത്ത സംസാരം അല്ലെങ്കിൽ മോശപ്പെട്ട സംസാരം അല്ലെങ്കിൽ കുറച്ചുകൂടെ സെക്ഷലി റിലേറ്റഡ് ആയിട്ട് പേഷ്യന്റ് സംസാരിക്കുന്നത് അല്ലെ, അശ്ലീലകരമായിട്ട് സംസാരിക്കുന്നതിനെയാണ് ഒബ്സീൻ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു അശ്ലീലകരമായിട്ട് പറയുന്ന വേർഡ് ഏതാണെന്നാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. എ പാലിലാലിയ, ബി കോപ്രോലാലിയ, സി എക്കോലാലിയ, ഡി ഡിസ്ലാലിയ. ഏതായിരിക്കും ആൻസർ വരിക? പെട്ടെന്ന് പറഞ്ഞേ. ആൻസർ ബി ആണ് വരിക, കോപ്രോലാലിയ. അപ്പൊ ഈ ഒബ്സീൻ വേർഡ്സ് അല്ലെങ്കിൽ ഈ ഒരു സെക്ഷലി റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് സംസാരിക്കുന്നതിന് കോപ്രോലാലിയ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. എന്താണ് പാലിലാലിയ എന്ന് പറഞ്ഞാല്? ഇൻവോളണ്ടറി റെപ്പറ്റേഷൻ ഓഫ് സിലബിൾസ്, വേർഡ്സ് ഓർ ഫ്രേസസ് അല്ലെ. അപ്പം
പാലിലാലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് ഇൻവോളണ്ടറി ആയിട്ട് ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കണം അല്ലെ. അപ്പൊ ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. പേഷ്യന്റ് പറയും ഐ വാണ്ട് ടു ഗോ അല്ലെ, എനിക്ക് എന്താണ് പോകണം എന്ന് പറയാണ് പേഷ്യന്റ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും വേർഡ്സ്, സിലബിൾസ് അല്ലെങ്കിൽ ഫ്രേസസ് ഒക്കെ ഇൻവോളണ്ടറി ആയിട്ട് അവർ റിപ്പീറ്റ് ചെയ്യും അല്ലെ, ഒരേ കാര്യം തന്നെ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് പാലിലാലിയ. ഇനി എന്താണ് എക്കോലാലിയ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം എക്കോ എന്ന് പറയുന്നത് ഒരു തരം എന്താണ് ഇമിറ്റേഷൻ ആണ് വരുന്നത് അല്ലെ. എന്ന് പറയുമ്പം മീനിങ്ലെസ് റെപ്പിറ്റേഷൻ ഓഫ് വോക്കലൈസേഷൻ മെയ്ഡ് ബൈ അനദർ പേഴ്സൺ അല്ലെ, വേറെ ഒരാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവർ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു അല്ലെ. ഇപ്പം നിങ്ങളോട് ഇപ്പം നേഴ്സ് ചോദിക്കുന്നു പേഷ്യന്റിനോട് ഡിഡ് യു ഹാവ് യുവർ ഡിന്നർ അല്ലെ, നിങ്ങൾ ഡിന്നർ കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കും. പക്ഷെ പേഷ്യന്റ് എന്താണ് പറയാ, കഴിച്ചോ ഇല്ലയോ എന്നൊന്നല്ല പറയാ. ഈ ഒരു എക്കോലാലിയ ഉള്ള പേഷ്യന്റ് എന്താണോ നഴ്സ് പറഞ്ഞത് സെയിം സംഭവം റിപ്പീറ്റ് ചെയ്യുന്നു അല്ലെ, ഡിഡ് യു ഹാവ് യുവർ ഡിന്നർ എന്ന് തന്നെ പേഷ്യന്റ് തിരിച്ചു ചോദിക്കും. അപ്പം ഇതാണ് പറഞ്ഞിരിക്കുന്നത് മീനിങ്ലെസ് റെപ്പിറ്റേഷൻ ഓഫ് വോക്കലൈസേഷൻ മെയ്ഡ് ബൈ അനദർ പേഴ്സൺ. വേറൊരാള് പറയുന്ന കാര്യങ്ങൾ തന്നെ മീനിങ്ലെസ് ആയിട്ടുള്ള രീതിയിൽ അവർ റിപ്പീറ്റ് ചെയ്യുന്നു അല്ലെ, പറഞ്ഞ കാര്യം തന്നെ അവർ തിരിച്ചു പറയുന്നു. ഇപ്പൊ നിങ്ങൾ ചോദിക്കണം എന്താണ് രാവിലെ കഴിച്ചത് അല്ലെ, അപ്പൊ പേഷ്യന്റ് എന്ത് പറയും, നിങ്ങളോട് പറയും അതേ കാര്യം തന്നെ ചോദിക്കും, എന്താണ് രാവിലെ കഴിച്ചത് അല്ലെ. അതിനെയാണ് നമ്മൾ എക്കോ ലാലിയ എന്ന് പറയാം അല്ലെ. പാലിലാലിയ എന്താണ് ഡിഫറൻസ് വരുന്നത്, പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതാണ് പാലിലാലിയ. എക്കോലാലിയ എന്ന് പറയുമ്പോൾ വേറൊരാൾ പറഞ്ഞ കാര്യത്തിനെ അതേപോലെ തന്നെ പറയുന്നതാണ് എക്കോ ലാലിയ എന്ന് പറയുന്നത്. ഡിസ്ലാലിയ. ഡിസ്ലാലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് കോമൺ ഡിസോർഡർ ഓഫ് ഡിഫിക്കൽട്ടി ഇൻ ആർട്ടിക്കുലേഷൻ caused by abnormality of teeth, jaw, palate or due to emotional deprivation അല്ലെ. അപ്പം ഡിസ്ലാലിയ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കുലേഷനിൽ വരുന്ന ഡിഫിക്കൽട്ടിനെയാണ് ഡിസ്ലാലിയ എന്ന് പറയുന്നത്. അപ്പം ആർട്ടിക്കുലേഷൻ ഡിഫിക്കൽട്ടി എന്ന് പറയുമ്പോൾ പ്രൊണൗൺസ് ചെയ്യുന്നത് അല്ലെ, പ്രൊണൗൺസിയേഷനിലൊക്കെ വരുന്ന ഡിഫിക്കൽട്ടീസ് ആണ് ഡിസ്ലാലിയ എന്ന് നമ്മൾ പറയുന്നത്. അത് ടീത്ത്, ജോ അല്ലെങ്കിൽ പാലറ്റിന്റെ അബ്നോർമാലിറ്റി കൊണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമോഷണൽ ഡിപ്രൈവേഷൻ കൊണ്ടാവാം ഡിസ്ലാലിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൂ ഇസ് ദ ഫസ്റ്റ് സൈക്യാട്രിക് നഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എ ബെഞ്ചമിൻ റുഷ്, ബി ലിൻഡ റിച്ചാർഡ്, സി സിഗ്മണ്ട് ഫ്രൂയിഡ്, ഡി ഏഗസ് മോണിസ്. ദ റൈറ്റ് ആൻസർ ഈസ് ലിൻഡ റിച്ചാർഡ്. ലിൻഡ റിച്ചാർഡ് ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് പോയിന്റ്സ് പെട്ടെന്ന് നോക്കി പോകാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫാദർ ഓഫ് മോഡേൺ സൈക്യാട്രി എന്ന് നമ്മൾ പറയുന്നത് ഫിലിപ്പി പൈനലിനെയാണ്. ഫാദർ ഓഫ് അമേരിക്കൻ സൈക്യാട്രി ബെഞ്ചമിൻ റിഷ് ആണ്. ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി ആണ് ചോദിക്കുന്നതെങ്കിൽ സിഗ്മണ്ട് ഫ്രൂയിഡ് ആണ്. ഫാദർ ഓഫ് സൈക്കോളജി ആണ് ചോദിക്കുന്നതെങ്കിൽ വില്യം വൂണ്ട് ആണ്. സൈക്കോ സെക്ഷൽ ആൻഡ് സൈക്കോ അനാലിസിസ് ഇൻവെന്റ് ചെയ്തത് അല്ലെങ്കിൽ അതിന്റെ ഫാദർ ആണ് ചോദിക്കുന്നതെങ്കിൽ സിഗ്മണ്ട് ഫ്രൂയിഡ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം സിഗ്മണ്ട് ഫ്രൂയിഡിന്റെ ഒരു മെയിൻ കോൺട്രിബ്യൂഷൻ ആണ് സൈക്കോ സെക്ഷൽ തിയറി, സൈക്കോ അനാലിറ്റിക് തിയറി എല്ലാം അല്ലെ. അതുപോലെ തന്നെ സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്, കോൺഷ്യസ് മൈൻഡ് ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ സിഗ്മണ്ട് ഫ്രൂയിഡ് ആണ് നമ്മൾ പറയേണ്ടത്. അതുപോലെ ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നതും സിഗ്മണ്ട് ഫ്രൂയിഡ് ആണ്. സൈക്കോ സോഷ്യൽ തിയറി ചോദിച്ചാൽ എറിക്സൺ ആണ്. എറിക്സൺ ആണ് സൈക്കോ സോഷ്യൽ തിയറി ഇൻവെന്റ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം ലോഞ്ച്ഡ് ഇൻ ഓപ്ഷൻ എ 1982, ഓപ്ഷൻ ബി 1987, ഓപ്ഷൻ സി 1912, ഓപ്ഷൻ ഡി 2013 അല്ലെ. നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം ലോഞ്ച് ചെയ്ത ഇയർ എന്ന് പറയുന്നത് 1982 ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 1982 ആണ്. നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് വർഷങ്ങൾ നോക്കാം. ഇന്ത്യൻ ലൂണസി ആക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്, 1912 ഇന്ത്യൻ ലൂണസി ആക്ട്. നാഷണൽ മെന്റൽ ഹെൽത്ത് ആക്ട് 1987 ആണ്. മെന്റൽ ഹെൽത്ത് ആക്ട് ബില്ല് 2013 ആണ്. മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് വന്നത് 2017 ആണ്. സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് അബ്യൂസ് ആക്ട് ആണ് ഇവിടെ വിട്ടുപോയതാണ്, അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, 1857 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അബ്യൂസ് ആക്ട് 1985 ആണ്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, while communicating to a client, nurse asks what time it is, place, where they admitted, and person with them. These questions help the nurse to assess അല്ലെ. നമ്മൾ പേഷ്യന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ നമ്മൾ പേഷ്യന്റിനോട് ചോദിക്കുകയാണ് ഇപ്പോൾ സമയം എത്രയായി അല്ലെ, നിങ്ങളിപ്പോ എവിടെയാണ് ഉള്ളത് അല്ലെ, നിങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണോ അല്ലെ.
ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്ത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു സൈക്യാട്രിക് സെറ്റിംഗിൽ പേഷ്യൻസിനോട് ചോദിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലെ. ഓപ്ഷൻ എ മെമ്മറി, ബി ഓറിയന്റേഷൻ, സി തോട്ട് പ്രോസസ്, ഡി ഇമോഷൻ അല്ലെ. അപ്പൊ നമ്മൾ ഒരു പേഷ്യന്റിനോട് പ്ലേസ് അതുപോലെ അവരെ ലൊക്കേഷൻ അല്ലെ, അവരെ കൂടെ ആരാണ് ഉള്ളത് എന്ന രീതിയിൽ ടൈം, പ്ലേസ്, പേഴ്സൺ ഇതെല്ലാം നമ്മൾ അസസ് ചെയ്യുന്നത് ഓറിയന്റേഷനിലാണ്. The right answer is option B, orientation. Next question, the patient state that give me 5 minutes to recall the name of the batchmates the patient is operating his which kind of memory അല്ലെ. അപ്പൊ പേഷ്യന്റ് ഏത് മെമ്മറിയാണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അല്ലെ. അൺകോൺഷ്യസ് ആണോ, കോൺഷ്യസ് ആണോ, സബ് കോൺഷ്യസ് ആണോ, പ്രീ കോൺഷ്യസ് ആണോ. പേഷ്യന്റ് ടൈം ചോദിക്കുന്നുണ്ട് അല്ലെ, പേഷ്യന്റ് ഓർത്തിരിക്കണം, ഓർക്കാൻ വേണ്ടിയിട്ട് ടൈം ചോദിക്കുന്നുണ്ട്. നമ്മൾ ആൻസർ വരിക ഓപ്ഷൻ സി സബ് കോൺഷ്യസ് മെമ്മറി ആണ്. അപ്പൊ നമുക്ക് കോൺഷ്യസ് മെമ്മറി എന്താന്ന് നോക്കാം. കോൺഷ്യസ് മെമ്മറിയെ നമ്മൾ എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് കൂടെ പറയും അല്ലെ. നമ്മൾ ഫോൺ നമ്പേഴ്സ് റീകോൾ ചെയ്യുന്നു അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ബർത്ത് ഡേറ്റ് ഓർത്തെടുത്ത് പറയുന്നു അല്ലെ, ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പേര്, ലൊക്കേഷൻസ് നമ്മൾ പറയുന്നു അല്ലെ, ആനിമൽസിന്റെ പേര് പറയുന്നു അല്ലെ. ഇതെല്ലാം കോൺഷ്യസ് മെമ്മറി അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റീവ് മെമ്മറി അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് മെമ്മറിയിലാണ് വരുന്നത്. അടുത്തതാണ് അൺകോൺഷ്യസ് മെമ്മറി. അൺകോൺഷ്യസ് മെമ്മറിയെ നമ്മൾ ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയും. പ്രൊസീജിയറൽ മെമ്മറി എന്ന് പറയുന്നത് ഇംപ്ലിസിറ്റ് മെമ്മറിയുടെ ഭാഗമാണ് അല്ലെ. അപ്പൊ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള സോങ്സ് ഒക്കെ നമ്മൾ പാടുന്നു അല്ലെ, കുക്ക് ചെയ്യുന്നു അല്ലെ, എഴുതുന്നു, പെയിന്റ് ചെയ്യുന്നു, ഒരു ബൈസൈക്കിൾ റൈഡ് ചെയ്യുന്നു അല്ലെ, ടൈപ്പ് ചെയ്യുന്നു, ഇതുപോലെയുള്ള മെമ്മറീസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പ്രൊസീജിയറൽ ആണ് അല്ലെ. ഇതെല്ലാം പ്രൊസീജിയറൽ കൈൻഡ് ഓഫ് മെമ്മറി ആണ്. ഇത് ഉൾക്കൊള്ളുന്നത് ഇംപ്ലിസിറ്റ് മെമ്മറിയിലാണ്, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ അൺകോൺഷ്യസ് മെമ്മറി എന്ന് പറയുന്നു അല്ലെ. സാധാരണയായിട്ട് നമ്മൾ മെമ്മറിയെ ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി എന്നിങ്ങനെ രണ്ടായിട്ടാണ് പറയുന്നത്. അതിൽ ലോങ് ടേം മെമ്മറിയുടെ ഭാഗമാണ് എക്സ്പ്ലിസിറ്റ് മെമ്മറി, ഇംപ്ലിസിറ്റ് മെമ്മറി. എക്സ്പ്ലിസിറ്റ് മെമ്മറിയെ വീണ്ടും രണ്ടായിട്ട് നമ്മൾ പറയുന്നു. എപ്പിസോഡിക് മെമ്മറി. എപ്പിസോഡിക് മെമ്മറിയിൽ വരുന്നതാണ് നമ്മളെ ലൈഫിലെ എക്സ്പീരിയൻസസുകൾ, നമ്മളെ ലൈഫിൽ കടന്നുപോയ ഇവന്റ്സ്, ഇതെല്ലാം നമ്മൾ എപ്പിസോഡിക് മെമ്മറിയുടെ ഭാഗമാണ്. സിമാന്റിക് മെമ്മറി എന്ന് പറയുമ്പം ഫാക്ട്സ്, അതുപോലെ തന്നെ കൺസെപ്റ്റ്സ് അല്ലെ, ജനറൽ നോളജ്, ഇപ്പൊ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അല്ലെ. ഇപ്പം അമേരിക്കയുടെ പ്രസിഡന്റ് ആരാണെന്ന് പറയുന്നത് അല്ലെ, അതുപോലെ തന്നെ എന്തെങ്കിലും കൺസെപ്റ്റ്സുകളെ കുറിച്ചിട്ട് പറയുന്നത് അല്ലെ. ഇപ്പം പൊതുവെയുള്ള ജനറൽ നോളജ്, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെമ്മറീസ് സിമാന്റിക് മെമ്മറിയിലാണ് വരുന്നത്. ഓക്കെ. ഇംപ്ലിസിറ്റ് മെമ്മറിയുടെ ഭാഗം ആണ് പ്രൊസീജിയറൽ മെമ്മറിയിൽ വരുന്നത്, പ്രൈമിംഗ് ആൻഡ് പ്രൊസീജിയറൽ മെമ്മറി. Communication technique used for a client who is confused and talking about many things at a time. കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ്, ഒരു സമയത്ത് തന്നെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പേഷ്യന്റ് സംസാരിക്കുമ്പോൾ നമ്മൾ ഏത് കമ്മ്യൂണിക്കേഷൻ ടെക്നിക് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. യൂസ് ഓഫ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ, ഫോക്കസിംഗ്, യൂസ് ഓഫ് സൈലൻസ്, ടോക്ക് ഓൺ മൾട്ടിപ്പിൾ ടോപ്പിക്സ് അറ്റ് എ ടൈം. ദ റൈറ്റ് ആൻസർ ഈസ് ഫോക്കസിംഗ്. ഫോക്കസിംഗ് ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഫോക്കസിംഗിൽ മെയിൻ ആയിട്ട് ഇൻവോൾവ് ആയിരിക്കുന്നത് it involves holding a specific kind of open, non-judging attention about one situation to obtain new insight about one situation. അല്ലെ, പേഷ്യന്റിനെ കുറിച്ച് അല്ലെ, പേഷ്യന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ഒരു പുതിയൊരു ഐഡിയ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ ഒരു അറ്റൻഷൻ അല്ലെ, നമ്മൾ കുറച്ചും കൂടെ നമ്മളെ ഒരു ആ പേഷ്യന്റ് പറയുന്ന സിറ്റുവേഷനിൽ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. നമ്മളെ അറ്റൻഷൻ അവിടെ കൂടും. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനെ കുറിച്ചിട്ട് നമുക്കൊരു ന്യൂ ഇൻസൈറ്റ് കൂടെ കിട്ടും അല്ലെ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഫോക്കസിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓഡിറ്ററി ഹാലൂസിനേഷൻ ഈസ് ഡിസോർഡർ ഓഫ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. പെർസെപ്ഷൻ, ജഡ്ജ്മെന്റ്, മൂഡ്, അഫക്ട്. ദ റൈറ്റ് ആൻസർ ഈസ് പെർസെപ്ഷൻ. All of the following are neurotic disorder except exogenous depression, anxiety, OCD, മേജർ ഡിപ്രസീവ് സൈക്കോസിസ്. അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻ തന്നെ മനസ്സിലാവും. എക്സോജീനസ് ഡിപ്രഷൻ ഒരു ന്യൂറോട്ടിക് ഡിസോർഡർ ആണ്, ആൻസൈറ്റി ന്യൂറോട്ടിക് ഡിസോർഡർ ആണ്, OCD ന്യൂറോട്ടിക് ഡിസോർഡർ ആണ്. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മേജർ ഡിപ്രസീവ് സൈക്കോസിസ് ആണ് അല്ലെ. ഇതൊരു സൈക്കോസിസ് ആണ്, സൈക്കോട്ടിക് കണ്ടീഷൻ ആണ്. ആൻസർ മേജർ ഡിപ്രസീവ് ഡിസോർഡർ. ECT കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ സ്കിസോഫ്രീനിയ, കാറ്ററ്റോണിയ, exogenous depression, psychosis.
നമുക്ക് സ്കീസോഫ്രീനിയയിൽ ECT കൊടുക്കാം, ഇൻഡിക്കേറ്റഡ് ആണ്. കാറ്ററ്റോണിയയിൽ കൊടുക്കാറുണ്ട്, സൈക്കോസിസിൽ കൊടുക്കാറുണ്ട്. എക്സോജീനസ് ഡിപ്രഷനിൽ നമ്മൾ ECT അലോ ചെയ്യാറില്ല. അതുപോലെ എക്സോജീനസ് ഡിപ്രഷൻ ഒഴികെ ബാക്കി കോൺട്രാ ഇൻഡിക്കേഷൻസ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ഉള്ള പേഷ്യന്റ്, അക്യൂട്ട് MI ഉള്ള പേഷ്യന്റ്, സെറിബ്രൽ ഹെമറേജ് ഉള്ള പേഷ്യന്റ്, സെറിബ്രൽ അനൂറിസംസ് അല്ലെ, ഇൻട്രാക്രാനിയൽ പ്രഷർ കൂടിയിരിക്കുന്ന അവസ്ഥ, റെറ്റിനൽ ഡാമേജ് അല്ലെങ്കിൽ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ്, ഈ കണ്ടീഷനിലൊന്നും നമ്മൾ ECT അല്ലെങ്കിൽ ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി അല്ലെങ്കിൽ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാറില്ല. Sudden exposure to phobic agents are termed as abreaction therapy, implosion therapy, systematic desensitization. Abreaction therapy രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഓക്കെ, the right answer is implosion therapy. അപ്പൊ നമ്മൾ ഫോബിയയിൽ കൊടുക്കുന്ന രണ്ട് ട്രീറ്റ്മെന്റ്സിൽ ഒന്ന് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ആണ്, ഒന്ന് ഫ്ലഡിംഗ് ആണ് അല്ലെ. ഫ്ലഡിങ്ങിന് നമ്മൾ പറയുന്ന പേരാണ് ഇംപ്ലോഷൻ തെറാപ്പി അല്ലെ. ഇംപ്ലോഷൻ തെറാപ്പി, ഫ്ലഡിങ് രണ്ടും സെയിം ട്രീറ്റ്മെന്റിന് പറയുന്ന പേര് തന്നെയാണ് അല്ലെ. സഡൻ എക്സ്പോഷർ ടു ഫോബിക് ഏജൻസ് അല്ലെ, സഡൻ ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഫോബിക് ഏജൻസിന് അല്ലെങ്കിൽ എന്താണോ ഭയപ്പെടുത്തുന്നത് ആ ഭയപ്പെടുത്തുന്ന സ്റ്റിമുലൈ നമ്മൾ പേഷ്യന്റിന് സഡൻ ആയിട്ട് എക്സ്പോസ് ചെയ്യപ്പെടുന്നു അല്ലെ, പേഷ്യന്റിന് സഡൻ ആയിട്ട് കൊടുക്കുന്നു അല്ലെ, അതിനെയാണ് നമ്മൾ ഫ്ലഡിങ് അല്ലെങ്കിൽ ഇംപ്ലോഷൻ തെറാപ്പി എന്ന് പറയാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇംപ്ലോഷൻ തെറാപ്പിയെ നമ്മൾ ഫ്ലഡിംഗ് കൂടെ പറയും അല്ലെ. എങ്ങനെയാണ് ഈ ഫ്ലഡിങ് വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ മനസ്സിലാവും അല്ലെ. ഒരു പൂച്ചയുടെ അടുത്തോട്ട് ഒരുപാട് സ്നേക്സിനെ വിടുന്നു അല്ലെ. എന്താണ് ഈ ഒരു സ്നേക്ക് എന്ന് പറയുന്നത്? അവിടെ അതിനെ ഒരു ഫോബിക് ആയിട്ടുള്ള ഏജന്റ് ആണ് എന്ന് പറയുമ്പോൾ അതിനെ പേടിപ്പെടുത്തുന്ന, ഭയം ഉണ്ടാക്കുന്ന ഏജന്റ് ആണ് അല്ലെ. അപ്പം ആ ഒരു പൂച്ചയ്ക്ക് ആ ഒരു എക്സ്പോഷർ നമ്മൾ കൊടുക്കുന്നു അല്ലെ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു പ്രോഗ്രസീവ് എക്സ്പോഷർ കൊണ്ട് ആ ഒരു പേഷ്യന്റിന് അല്ലെങ്കിൽ ആ ഒരു പൂച്ചയ്ക്ക് എന്താണ് ആ പാമ്പിനോടുള്ള ഭയം കുറയുന്നതായിട്ട് കാണാം അല്ലെ. അപ്പൊ നമ്മൾ പറയുന്നത് ഫ്ലഡിങ് ശരിക്കും ഫോബിക് റെസ്പോൺസസിനെ പെട്ടെന്ന് കുറയ്ക്കുന്നതാണ് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ ഫ്ലഡിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് പേഷ്യന്റിന് സാധാരണയായിട്ട് നമുക്കൊക്കെ ഒരു ഫോബിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ നമുക്ക് പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അതിനെ എന്ത് ചെയ്യുന്നു? അവോയ്ഡ് ചെയ്യാനുള്ള ഒരു ബിഹേവിയർ ആണ് നമ്മൾ കാണിക്കുക അല്ലെ. സാധാരണയായിട്ട് നമ്മൾ ശ്രമിക്കാറില്ല ആ ഒരു സ്റ്റിമുലസ് അല്ലെ, ഒരു ഫോബിയ ഉണ്ടാക്കുന്ന സാധനം ഇത്ര കുഴപ്പമുള്ളതല്ല അല്ലെങ്കിൽ അത് ഹാംലെസ് ആണ് അല്ലെ. ആ ഒരു എക്സ്റ്റിങ്ഷൻ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോവാറില്ല. സാധാരണയായിട്ട് പേടിപ്പെടുത്തുന്ന അവസരങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന ഒരു ബിഹേവിയർ ആണ് കാണുന്നത്. അപ്പൊ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലോട്ട് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ് ഫ്ലഡിങ്ങിൽ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്കൊരു പാമ്പിനെയൊക്കെ പേടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യും? അതിന്റെ പിക്ചേഴ്സ് കാണാതിരിക്കുന്നു, അതിന്റെ വീഡിയോ കാണാതിരിക്കുന്നു, അതിനെ കാണുമ്പോഴത്തേക്കും പേടിച്ച് ഓടുന്നു അല്ലെ. അപ്പൊ ഈ ഒരു ഫ്ലഡിങ്ങിൽ എന്ത് ചെയ്യുന്നു? ഒരു ചിൽക്കൂട്ടിൽ മൊത്തം പാമ്പിനെ വെച്ചിട്ട് നമ്മളെ ആ റൂമിലോട്ട് കയറ്റി വിട്ടിട്ട് അവർ ലോക്ക് ചെയ്യും, റൂം ലോക്ക് ചെയ്യും അല്ലെ. നമ്മൾ പേടിച്ച് പിന്നെ നമ്മൾ അതിനോട് കണ്ടീഷൻഡ് ആവുകയാണ് ചെയ്യുന്നത് അല്ലെ. ആ ഒരു പേടിപ്പെടുത്തുന്ന സ്റ്റിമുലസിനോട് നമ്മൾ കണ്ടീഷൻഡ് ആവുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പം നമുക്ക് എന്ത് സംഭവിക്കുന്നു? കണ്ടീഷൻഡ് സ്റ്റിമുലസിനോട് കുറെ നേരം അല്ലെ, ദ റിസൾട്ട് ദാറ്റ് ദ കണ്ടീഷൻഡ് സ്റ്റിമുലസ് നോ ലോങ്ങർ പ്രൊഡ്യൂസസ് ദ കണ്ടീഷൻഡ് റെസ്പോൺസ്. അപ്പൊ ഈ ഒരു പാമ്പിനെ നമ്മൾ അവിടെ കാണുന്നു, അപ്പൊ നമുക്ക് പേടിയാവുന്നു, ആ റെസ്പോൺസ് ഫിയർ ആണ് അല്ലെ, ഭയം എന്ന് പറയുന്ന ഒരു റെസ്പോൺസ് ആണ് അവിടെ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ ഫ്ലഡിങ്ങിന് ഈ കണ്ടീഷൻഡ് സ്റ്റിമുലസ് നമുക്ക് ഒരു എക്സസീവ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അതിനോടുള്ള ഭയം, അതായത് കണ്ടീഷൻഡ് റെസ്പോൺസ് കുറഞ്ഞു വരുന്നു എന്നാണ് പറയുന്നത് ഫ്ലഡിങ്ങിൽ. Best plan of action for the patient who is presenting with the conversion disorder in hospital except. കൺവേർഷൻ ഡിസോർഡർ ആയിട്ട് ഒരു പേഷ്യന്റ് വന്നു, നമുക്കറിയാം കൺവേർഷൻ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ശരിക്കും സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് അല്ലെങ്കിൽ അവരെ ഇമോഷണൽ റിപ്രഷൻ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ആണ് അവരവിടെ ഫിസിക്കൽ സിംറ്റംസ് ആയിട്ട് എക്സിബിറ്റ് ചെയ്യുന്നത് അല്ലെ. അവിടെ യാതൊരു വിധത്തിലുള്ള ഒരു പത്തോളജി അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ ഒരു ഫിസിക്കലി പേഷ്യന്റിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ശരിക്കും അതിനൊരു പ്രൂഫ് ഒന്നുമില്ല, പക്ഷെ പേഷ്യന്റ് ഫിസിക്കൽ സിംറ്റംസ് കാണിക്കുന്നു. ശരിക്കും അവരെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ആണ് ഫിസിക്കൽ സിംറ്റംസ് ആയിട്ട് അവരവിടെ എക്സിബിറ്റ് ചെയ്യുന്നത് അല്ലെ. ആ കണ്ടീഷനാണ് കൺവേർഷൻ ഡിസോർഡർ അല്ലെ. അപ്പൊ നമ്മൾ ഏത് ഓപ്ഷനാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്തത് അല്ലെ. ഗിവ് മോർ അറ്റൻഷൻ ടു പേഷ്യന്റ് സിംറ്റം, ഗിവ് സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ടു പേഷ്യന്റ്, ഗിവ് വാസിബോ തെറാപ്പി, ഗിവ് അവേഷൻ തെറാപ്പി. അപ്പൊ ഇത്രയാണ് ഓപ്ഷൻസ്. അപ്പൊ നമുക്ക് നോക്കാം, നമ്മൾ കൂടുതൽ അറ്റൻഷൻസ് പേഷ്യൻസിന് കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെയും ഡ്രമാറ്റിക് ആവും അല്ലെ, അവർ പിന്നെയും ഇങ്ങനെ സൈക്കോളജിക്കലി ഉള്ള പ്രശ്നങ്ങൾ ഫിസിക്കലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു ആക്ഷൻ നമുക്ക് സ്യൂട്ടബിൾ അല്ല
അല്ലെ. അടുത്തത് നോക്കൂ, ഗിവ് സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ടു പേഷ്യന്റ് അല്ലെ. നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് അവർക്ക് കൊടുക്കുക, അത് കറക്റ്റ് ആണ്. ഈ ഒരു ഇന്റർവെൻഷൻ നമുക്ക് യൂസ് ചെയ്യാം. പ്ലാസിബോ തെറാപ്പി നമുക്ക് കൊടുക്കാം അല്ലെ. ഇപ്പൊ പേഷ്യന്റ് പറയും എനിക്ക് ഇവിടെ കൈ വേദനയാണ്, കാല് വേദനയാണ് എന്നൊക്കെ പറയും. ശരിക്കും പേഷ്യന്റ് ഒരു കുഴപ്പവുമില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് നോർമൽ സലൈനോ അല്ലെങ്കിൽ കുറച്ച് ഡിസ്റ്റിൽഡ് വാട്ടർ ഒക്കെ ഒരു സിറിഞ്ചിലാക്കിയിട്ട് പേഷ്യന്റ് കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പ്ലാസിബോ തെറാപ്പി എന്ന് പറയാം അല്ലെ. ഇപ്പൊ ഒരു എന്താണ്, നമ്മൾ ഒരു പ്ലാസിബോ, ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് അവിടെ പേഷ്യന്റ് കൊടുക്കുന്നു അല്ലെ. പക്ഷെ പേഷ്യന്റ് എന്ത് കരുതും, ഇതൊരു പെയിനിനുള്ള മെഡിസിൻ ആണെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം, പേഷ്യന്റ് പറയും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, കാലുവേദനയൊക്കെ മാറി, ഇപ്പൊ ഡോക്ടർ തന്ന മരുന്നുകൊണ്ട് അല്ലെങ്കിൽ നഴ്സിംഗ് ഓഫീസർ തന്ന മരുന്നുകൊണ്ട് ഇപ്പൊ കാലിനും കൈക്കൊന്നും കുഴപ്പമില്ല, പെയിൻ എല്ലാം മാറി എന്ന് അവർ പറയുന്നതായിട്ട് കാണാം. പക്ഷെ ശരിക്കും നമ്മൾ അവിടെ എന്താണ് കൊടുത്തത്, നോർമൽ സലൈൻ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവും അല്ലെ, അല്ലാതെ ഒരു മെഡിസിൻസ് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ ആ ഒരു എഫക്റ്റ് ആണ് പ്ലാസിബോ എഫക്റ്റ്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ പ്ലാസിബോ തെറാപ്പി എന്ന് പറയുന്നത്. ഇനി അവേർഷൻ തെറാപ്പി. അവേർഷൻ തെറാപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. ഈ ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഗിവ് മോർ അറ്റൻഷൻ ടു പേഷ്യന്റ് സിംറ്റംസ് അല്ലെ. കൊടുക്കാൻ പാടില്ലാത്ത ആക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കരുത്, കാരണം അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെയുള്ള ബിഹേവിയേഴ്സ് കാണിക്കുന്നത്. എന്താണ് അവേർഷൻ തെറാപ്പി എന്ന് നോക്കാം. ഫോം ഓഫ് ബിഹേവിയർ തെറാപ്പി യൂസസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. അപ്പൊ മുന്നേ ഉള്ള ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളതാണ്. അവേർഷൻ തെറാപ്പി എന്ന് പറയുന്നത് ഏത് ബിഹേവിയറൽ ഏത് പ്രിൻസിപ്പിൾ ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് ആണ് അവേർഷൻ തെറാപ്പിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു അവേഴ്സീവ് സ്റ്റിമുലസിനെ, അതായത് ഒരു എന്താണ് അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലസിനെ ഈ ഒരു മാൽ അഡാപ്റ്റീവ് ബിഹേവിയറിന്റെ കൂടെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ആ ഒരു ബിഹേവിയർ കുറയ്ക്കുന്നതാണ് നമ്മൾ ചെയ്യുക അല്ലെ. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു അവേഴ്സീവ് സ്റ്റിമുലസ്, അത് ചിലപ്പോൾ നോസിയ ആവാം, അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് ആവാം, പെയിൻ ആവാം, എന്ത് വേണമെങ്കിലും ആവാം അല്ലെ. അതിനെ നമ്മൾ എന്തിന്റെ കൂടെ പെയർ ചെയ്യുന്നു, വിത്ത് മാൽ അഡാപ്റ്റീവ് ബിഹേവിയർ അല്ലെ. അപ്പൊ എന്ത് ബിഹേവിയർ ആണോ നമുക്ക് അവിടെ ചേഞ്ച് ചെയ്യേണ്ടത്, ആ ബിഹേവിയറിന്റെ കൂടെ കമ്പൈൻ ചെയ്ത് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഷോക്ക് പെയർഡ് വിത്ത് സിഗരറ്റ് സ്മോക്കിംഗ് അല്ലെ. അപ്പം സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന അല്ലെ, പുകവലിയുള്ള ആൾക്ക് അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന ആൾക്ക് നമ്മൾ ഇലക്ട്രിക് ഷോക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇതിൽ മാൽ അഡാപ്റ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നത് സിഗരറ്റ് സ്മോക്കിംഗ് ആണ് അല്ലെ. മാലഡാപ്റ്റീവ് ബിഹേവിയർ ഇവിടെ സിഗരറ്റ് സ്മോക്കിംഗ് ആണ് അല്ലെ. അതിന്റെ കൂടെ നമ്മൾ എന്ത് പെയർ ചെയ്ത് കൊടുത്തു, ഇലക്ട്രിക് ഷോക്ക്. അപ്പൊ ഇലക്ട്രിക് ഷോക്ക് ആണ് ഇവിടുത്തെ അവേഴ്സീവ് സ്റ്റിമുലസ് അല്ലെ. അപ്പൊ ഇലക്ട്രിക് ഷോക്ക് എന്ന് പറയുന്നത് അവേഴ്സീവ് സ്റ്റിമുലസ് ആണ്, വിച്ച് പെയർഡ് വിത്ത് മാലഡാപ്റ്റീവ് ബിഹേവിയർ അല്ലെ. സിഗരറ്റ് സ്മോക്കിംഗ് എന്ന് പറയുന്ന മാലഡാപ്റ്റീവ് ബിഹേവിയറിന്റെ കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് കൊടുക്കും അല്ലെ. അപ്പൊ ഈ സിഗരറ്റ് സ്മോക്കിംഗ് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് അവിടെ അവേഴ്സീവ് ആയിട്ടുള്ള ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ, സിഗരറ്റ് സ്മോക്കിംഗ് എന്ന് പറയുന്ന മാലഡാപ്റ്റീവ് ബിഹേവിയറിന് നമ്മൾ അവിടെ ഒരു നോൺ പ്ലഷറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അവേഴ്സീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കും. അതുവഴി അവർക്ക് പെയിൻ വരും അല്ലെ. ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുമ്പോൾ അവർക്ക് പെയിൻ വരും, ഡിസ്കംഫർട്ട് വരും അല്ലെ. അങ്ങനെ നമ്മൾ കൊടുത്തോണ്ടിരിക്കുമ്പോൾ അവർക്ക് പിന്നെ സിഗരറ്റ് സ്മോക്കിംഗ് കണ്ടിന്യൂ ചെയ്യാൻ അവിടെ താല്പര്യം ഉണ്ടാവില്ല. അതായത് ആ ഒരു മാലഡാപ്റ്റീവ് ബിഹേവിയർ അവരെ റെഡ്യൂസ്ഡ് ആവുന്നു അല്ലെങ്കിൽ എലിമിനേറ്റഡ് ആവുന്നു അല്ലെ. ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം, ആഫ്റ്റർ സെവറൽ പെയറിങ്സ് ഈവൻ ദ സൈറ്റ് ഓർ സ്മെൽ ഓഫ് സിഗരറ്റ് ലീഡ്സ് ടു നെഗറ്റീവ് ഇമോഷണൽ റെസ്പോൺസ്. ഇങ്ങനെ സിഗരറ്റ് വലിക്കുമ്പോഴാണ് നമ്മൾ അവർക്ക് ഇലക്ട്രിക് ഷോക്ക് കൊടുത്തോണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് സെഷൻസ് കഴിയുമ്പം സിഗരറ്റിന്റെ സ്മെല്ലോ അല്ലെങ്കിൽ സിഗരറ്റ് കാണുമ്പോഴത്തേക്കും തന്നെ അവർക്ക് ഒരു പെയിൻ വരുന്ന പോലെ തോന്നും അല്ലെ. ശരിക്കും നമ്മളപ്പോ അവിടെ പേഷ്യന്റിന് വേറെ ഷോക്ക് കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ ഇവർക്ക് ഇങ്ങനെ ഷോക്ക് കൊടുത്ത്, സിഗരറ്റ് വലിക്കുമ്പോൾ ഷോക്ക് കൊടുത്ത് പിന്നെ എന്ത് പറ്റും അല്ലെ. സിഗരറ്റ് വലിക്കാതെ തന്നെ അതിന്റെ സ്മെല്ലോ അല്ലെങ്കിൽ ആ ഒരു സിഗരറ്റിന്റെ കൂട് അല്ലെ, സിഗരറ്റിന്റെ ആ ഒരു കവറൊക്കെ കാണുമ്പോഴത്തേക്ക് തന്നെ അവർക്ക് ഒരു പെയിൻ തോന്നുന്നു, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷണൽ റെസ്പോൺസ് അവർക്ക് അവിടെ തോന്നും. പക്ഷെ നമ്മൾ അവിടെ എന്ത് പ്രൊവൈഡ് ചെയ്തിട്ടില്ല, ഷോക്ക് ഒന്നും കൊടുത്തിട്ടില്ല അല്ലെ. പോകെ അവർക്ക് ആ ഒരു നെഗറ്റീവ് റെസ്പോൺസ് അതിനോട് വരുന്നു. പതിയെ അവർ സിഗരറ്റ് സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ പേഷ്യന്റ് സിഗരറ്റ് വായിൽ വെക്കുമ്പം സാധാരണയായിട്ട് അവർക്ക് ഒരു പ്ലഷറബിൾ സ്റ്റിമുലേഷൻ ഉണ്ടാവുന്നത് കൊണ്ടാണ് അവർ ഈ ഒരു സ്മോക്കിംഗ് കണ്ടിന്യൂ ചെയ്തു പോകുന്നത് അല്ലെ. അപ്പൊ പേഷ്യന്റ് സിഗരറ്റ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുമ്പോൾ അവർക്ക് ഒരു പ്ലഷറബിൾ ആയിട്ടുള്ള സ്റ്റിമുലേഷൻ കിട്ടുന്നു അല്ലെ, ഒരു സന്തോഷം കിട്ടുന്നത് കൊണ്ടാണ് അവർ വലിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ സിഗരറ്റ് വലിക്കുന്ന സമയത്ത് പേഷ്യന്റിന് ഒരു നോസിയേറ്റിംഗ് ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ക്ഷീണമൊക്കെയാണ് തോന്നുന്നതെങ്കിൽ അവർക്ക് ഈ ഒരു വലിക്കാൻ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് തോന്നില്ല അല്ലെ. അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കാൻ തോന്നുമ്പോൾ എന്താണ്, ആ മുന്നേ ഇലക്ട്രിക് ഷോക്ക് അടുപ്പിച്ച അല്ലെങ്കിൽ ആ ഷോക്ക് അടുപ്പിച്ച ആ ഒരു ഓർമ്മ വരുന്ന സമയത്ത് അവർക്ക് ആ ഒരു പെയിൻ തോന്നിയിട്ട് അവര് ആ ഒരു സ്മോക്കിംഗ് റെഡ്യൂസ് ചെയ്യാനുള്ള ചാൻസും അവിടെ ഉണ്ട് അല്ലെ. ഇതാണ് അബോർഷൻ തെറാപ്പി. PCT procedure was first introduced for the treatment of psychosis. ഏത് ഇയറിലാണ് ECD
പ്രൊസീജിയേഴ്സ് ട്രീറ്റ്മെന്റിനായിട്ട് സൈക്കോസിസിന്റെ ട്രീറ്റ്മെന്റിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് 1938, 1930, 1928, 1918. The right. Next question is position immediately before ECT. Supine, lateral, left lateral, prone position. ചോദിച്ചിരിക്കുന്നത് ECT യുടെ മുന്നേ നമ്മൾ ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി പ്രൊവൈഡ് ചെയ്യുന്നതിന് മുന്നേ ഷോക്ക് തെറാപ്പി കൊടുക്കുന്നതിന് മുന്നേ ഏത് പൊസിഷനിലാണ് നമ്മൾ പേഷ്യന്റിനെ കിടത്തേണ്ടത് അല്ലെ. അപ്പം സാധാരണയായിട്ട് സുപ്പൈൻ പൊസിഷനിലാണ് ബിഫോർ ECT നമ്മൾ പേഷ്യന്റിനെ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ആഫ്റ്റർ ECT നമ്മൾ ബിഫോർ ECT നമ്മൾ സുപ്പൈൻ പൊസിഷനിലാണ് പേഷ്യന്റ് കിടത്താറുള്ളത് അല്ലെ. ആഫ്റ്റർ ഇമ്മീഡിയറ്റ് ECT നമ്മൾ സൈഡ് ലൈൻ പൊസിഷനിലോട്ട് അല്ലെങ്കിൽ ലാറ്ററൽ പൊസിഷനിലോട്ട് പേഷ്യന്റിനെ ചേഞ്ച് ചെയ്ത് കിടത്താറുണ്ട് അല്ലെ. അപ്പം ECT കഴിഞ്ഞ ഉടനെ എന്താണ് സെക്രീഷൻസ് കാര്യങ്ങളെല്ലാം ആസ്പിറേറ്റ് ചെയ്ത് ലങ്സിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ സൈഡായിട്ട് അല്ലെ തലയൊക്കെ കുറച്ച് ചരിച്ച് വെച്ച് അല്ലെങ്കിൽ നമ്മൾ ലാറ്ററൽ പൊസിഷനിൽ കിടത്തി കഴിഞ്ഞാൽ ആ ഒരു സെക്രീഷൻസ് ഒക്കെ ആസ്പിറേറ്റ് ആവാതിരിക്കും, അതെല്ലാം ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും.